ഹായ് അർജുൻ. എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ലല്ലോ. എന്നോട് എന്താ പറയാതിരുന്നത്? എന്ത്? മുംബൈയിലേക്ക് പോകുന്ന കാര്യം എന്നോട് എന്താ പറയാത്തത്? എംഡിക്ക് ഞാൻ മെയിൽ ചെയ്തായിരുന്നല്ലോ. അദ്ദേഹം നിനക്ക് ഇൻഫോം ചെയ്തില്ല? എത്ര പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. സ്വിച്ച് ഓഫ്, സ്വിച്ച് ഓഫ്, സ്വിച്ച് ഓഫ്. ഹായ്, ഐ ആം റീച്ച്ഡ് സേഫ്ലി കിഷോർ. Can I call you later? Okay. Yeah. Bye. Take care. Bye. നീ ടൈം വേസ്റ്റ് ചെയ്തിരിക്കും അർജുൻ. 2 ദിവസം സമാധാനത്തോടെ ഇരിക്കുവായിരുന്നു ഞാൻ മുംബൈയിൽ, എല്ലാം മറന്നിട്ട്. എല്ലാം മറന്നിട്ടെന്ന് വെച്ചാൽ എന്നെയോ? മനസ്സിലായില്ല? മായ, നമ്മൾ രണ്ടുപേരും ലവേഴ്സ് അല്ലേ? ഏയ്, എന്തിനിങ്ങനെ പൊസസീവായിട്ട് ബിഹേവ് ചെയ്യുന്നത്? എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സും ഇല്ല. എന്ന് വെച്ചാൽ നമുക്കിടയിൽ അന്ന് സംഭവിച്ചത്? Yeah, it's a part of thanks. എന്താടി പറഞ്ഞത്? സോറി, നിന്നെ കൺസോൾ ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് ടൈം ഇല്ല. ഐ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് കമ്മിറ്റ്മെന്റ്സ് അർജുൻ. ഒന്ന് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കുക. തെറ്റ് നിന്റെ ഭാഗത്താണെന്ന് നിനക്ക് മനസ്സിലാവും. ഒന്ന് വണ്ടി നിർത്താമോ പ്ലീസ്? താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ, നിങ്ങൾ ഒരാഴ്ച ഉണ്ടായിരുന്നത് 1 വർഷം ഉണ്ടായിരുന്ന ഫീൽ ഉണ്ടായിരുന്നു. ഓവർ എക്സൈറ്റഡ് ആവണ്ട. നോ ഡോക്ടർ, സർ പറഞ്ഞത് ഞങ്ങളുടെയും കൂടി ഫീലാണ്. സാറിനെ പോലെ ഒരു വലിയ ഡോക്ടർ ആവണമെന്നാ ഞങ്ങൾ എല്ലാവരും ആഗ്രഹം. ഗുഡ്. ആക്ച്വലി ഇപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിന്റെ സേവനം നമ്മുടെ സൊസൈറ്റിക്ക് പതിയായിട്ട് ആവശ്യമുണ്ട്. സോ നിങ്ങൾക്കെല്ലാം നല്ലൊരു ഭാവി കാത്തിരിക്കുന്നുണ്ട്. കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ്. ഡോക്ടറുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങളെല്ലാം ഈ പ്രൊഫഷൻ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഗുഡ് ഗുഡ്. എന്ന് കരുതി എന്നെ പോലെ തനിച്ചാവാൻ പാടില്ല. പ്രൊഫഷണൽ ലൈഫിനപ്പുറം പേഴ്സണൽ ലൈഫ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം. എന്ത് പറഞ്ഞാലും ഡിഫെൻഡ് ആണല്ലോ ഡോക്ടർ. സത്യം പറഞ്ഞതൊരു ശീലമായി പോയി കൺമണി. ഹായ്. ക്യാച്ച്. താങ്ക് യു. താങ്ക് യു. മായ, ഓഫീസ് അവസ്ഥയിൽ എന്താ നടക്കുന്നത്? ഒന്ന് വാച്ചിൽ നോക്കാമോ അർജുൻ? ദിസ് ഇസ് ലഞ്ച് അവർ. മായ, കം ടു മൈ ക്യാബിൻ. പോടി, വിളിച്ചത് കേട്ടില്ലേ? ഹലോ അമ്മേ. മായേ. ഹായ് അങ്കിൾ. അകത്തേക്ക് വരൂ. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട മോളെ, നീ ഒന്നവിടെ ഇരിക്കേ. ഏയ്, കുഴപ്പമില്ല. അല്ല, എന്തെങ്കിലും വിശേഷമുണ്ടോ? രണ്ടുപേരും ഒരുമിച്ച് വന്നോണ്ട് ചോദിച്ചതാ. നിന്റെ അമ്മയും അച്ഛനെ ഒന്ന് കാണണല്ലോ. എന്തിനാ അങ്കിൾ? നിന്റെ അടുത്ത് തന്നെ നിന്റെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ കല്യാണത്തെ കുറിച്ച് നിങ്ങൾ എന്ത് സംസാരിക്കാനാ? നീയും അർജുനും തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലെന്ന് വിചാരിച്ചോ? പ്ലീസ് ആന്റി, ഞാൻ അർജുനെ ലവ് ചെയ്യുന്നു ആരാ പറഞ്ഞത്? അത് അപ്പോ നീയും എന്റെ മകൻ അർജുനും ഇടപഴകിയത്? അങ്കിൾ, ഇറ്റ്സ് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്. ഓ, അവൻ അങ്ങനെ അതിനെ കണ്ടിട്ടില്ല മോളെ. അവൻ നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. അത് അവന്റെ മിസ്റ്റേക്കാ. അവൻ എന്റെ HR മാത്രം, ഞാൻ അവന്റെ അസിസ്റ്റന്റും. ദാറ്റ്സ് ഓൾ. അതിനെങ്ങനെ ലവ് ആണെന്ന് പറയാ? അല്ല മോളെ, അർജുനെ നിനക്ക് ഇഷ്ടമല്ലേ? നിനക്ക് എന്തുകൊണ്ട് അവനെ കല്യാണം കഴിച്ചുകൂടാ? ഹായ് സതീഷ്. ഹലോ മായ. യാ മായ. രാത്രി ഒരു പാർട്ടി ഉണ്ട്. അത് പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ നൈറ്റ് 10 o'clock ആകും. കുഴപ്പമില്ലല്ലോ? Yeah, it's okay, no problem. യാ 2 o'clock ആകുമ്പോ കഴിയില്ലേ? Sure. അപ്പൊ ഓക്കെ. Okay മായ. ശരി എന്നാ, see you. ഒന്ന് നോക്കൂ അങ്കിൾ, ഇന്നലെ വരെ അർജുൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, എന്റെ ടീം ലീഡറായിട്ട്. എന്നാ ഇന്ന് അങ്ങനെ അല്ല. അതുമല്ലാതെ അവനായിട്ട് കല്യാണം, എനിക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാ. പ്ലീസ് നിങ്ങള്. അർജുൻ നിന്നെ ഒരുപാട്. വാ പോവാ. വരട്ടെ മോളെ. വരാൻ